പ്രയാണം. നോമ്പുകാല ചിന്തകൾ 3-ാം ദിനം. അന്യരെ വിധിക്കുക എന്ന വൈറസിനെതിരെ ജാഗരൂകരാകാം. ദൈവത്തിൻ്റെ മുഖം തേടിയുള്ള നോമ്പുയാത്രയിൽ അന്യരെ വിധിക്കരുത് എന്ന ഈശോയുടെ ഉപദേശമാണ് ഇന്ന് നമ്മുടെ വിചിന്തന വിഷയം. ജർമ്മൻ ഇവാഞ്ചലിക്കൽ ലൂത്തറൻ പാസ്റ്ററും ദൈവശാസ്ത്രജ്ഞനും നാസി തടങ്കൽ പാളയത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത ഡിട്രിച്ച് ബോൺഹോഫറിന്റെ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന ഗ്രന്ഥത്തിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിനെ പറ്റി പറയുന്നത് ശ്രദ്ധേയമാണ്. മറ്റുള്ളവരെ വിധിക്കുന്നത് നമ്മെ അന്ധരാക്കുന്നു, അതേസമയം സ്നേഹം നമ്മെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ മലയിലെ പ്രസംഗത്തിന്റെ മർമ്മപ്രധാനമായൊരു ഭാഗമാണ് അന്യരെ വിധിക്കരുത് എന്ന പ്രബോധനം. മനുഷ്യന്റെ വിധി ചില വസ്തുക്കളെയും ധാരണകളെയും അറിവുകളെയും ആധാരമാക്കിയുള്ള വിലയിരുത്തലുകളാണ്. അവ എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ തന്നെ മുൻധാരണകളും ലോകം പകർന്നു നൽകുന്ന അനുഭവങ്ങളും ഭാഗികമായതിനാൽ സത്യത്തിന്റെ ഒരു വശം മാത്രമേ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ തെളിയൂ. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ വിധിയെ സ്വാധീനിക്കാറുണ്ട്. മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക എന്നത് ഒരു ദൈവീക ഭാവമാണ്. ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞാലേ അസാധാരണമായ ഈ പുണ്യം നമുക്ക് അഭ്യസിക്കാൻ സാധിക്കും. സമഗ്രതയുള്ള വ്യക്തിത്വത്തിന്റെ സ്വഭാവ സവിശേഷതയാണിത്. സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതെ അന്യരെ വിധിക്കുന്ന പ്രവണത കരുണയില്ലായ്മയാണ്, കാപട്യമാണ്. മനുഷ്യകുലത്തിന്റെ വിധിയാളനായ ദൈവത്തിന്റെ കടമ നമ്മുടെ അവകാശമോ കടമയോ അല്ല. തെറ്റു ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുകയുമല്ലേ കാരുണ്യവും യഥാർത്ഥ നോമ്പ് ചൈതന്യവും. മാനുഷികമായ വിധി പറയലിന് നിരവധി പരിമിതികളുണ്ട്. ഉള്ളം കാണാൻ കഴിയാത്തവൻ പുറമോടി മാത്രം അടിസ്ഥാനമാക്കി വിധിച്ചാൽ അത് അപൂർണമാകുകയും സ്വയം ശിക്ഷാവധി ഏറ്റുവാങ്ങുകയും ആയിരിക്കും ചെയ്യുക. ഈശോ പറയുന്നു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. അതിനാൽ അപരരെ വിധിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുവാൻ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വിധി പറച്ചിലിൽ പലപ്പോഴും കരുണയുടെ അംശം അപ്രത്യക്ഷമാകാം. അതുകൊണ്ട് കരുണാർദ്ധനായ ദൈവത്തെ തന്നെ അത് ബലമേൽപ്പിക്കുകയല്ലേ ഏറ്റവും വേഗപൂർണമായ തീരുമാനം. അന്യരെ വിധിക്കുക എന്ന തിന്മ ആരുടെ ഹൃദയത്തിലും മനസ്സിലും എളുപ്പം നുഴഞ്ഞു കയറാവുന്ന വൈറസാണ്. അവയെ സ്നേഹം കൊണ്ടും ഹൃദയ നൈർമല്യം കൊണ്ടും കീഴടക്കിയില്ലെങ്കിൽ കുടുംബം, സമൂഹ ജീവിതങ്ങൾ അസ്വസ്ഥതകളുടെയും അശാന്തിയുടെയും അന്ധകാരണം ആവരണം തീർക്കും. ജീവിതത്തിൽ നാം ഏറെ ശ്രദ്ധ പതിക്കേണ്ടതും ഇല്ലായ്മ ചെയ്യേണ്ടതുമായ തിന്മയാണിത്. വിധിക്കുന്നതിന് പകരം കുറവുള്ളവരെയും പോരായ്മയുള്ളവരെയും ചേർത്തു പിടിക്കുമ്പോൾ അവരിലും നമ്മിലും രൂപാന്തരീകരണം സംഭവിക്കും. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ചെറിയവരായി കാണുമ്പോൾ ഞാനെന്ന ഭാവം നമ്മിൽ ആഴ്ന്നിറങ്ങുകയും മറ്റുള്ളവരെ വിധിക്കാനുള്ള പ്രവണത കൂടുകയും ചെയ്യും. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന വിശുദ്ധശീലം ഈ നോമ്പ് യാത്രയിൽ പരിശീലിക്കുകയും സ്നേഹം കൊണ്ട് ജീവിതത്തെ പ്രകാശമാനമാക്കുകയും ചെയ്യാം.